Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. So, നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ you would understand നമ്മൾ കേരള സെറ്റ് പേപ്പർ 1-ന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ഡീറ്റെയിൽ വീഡിയോസ് ഇട്ട് വരികയായിരുന്നു. There is just one more video pending in that series. After that, your main focus should be in the PYQ series. കാരണം PYQs ചെയ്യുന്നത് വളരെ important ആണ് to understand the question pattern of the exam. So, this is video number 2 under the PYQ series. So, without further delay, let's go into the questions. First question, you are informed with a case of sexual abuse at your school. At your school, as a teacher, at first you will. നമുക്ക് ഓപ്ഷൻസ് തന്നേക്കുന്നത് എ ഇൻഫോം ദി കൺസേൺ സ്കൂൾ അതോറിറ്റി, ഇൻഫോം ചൈൽഡ് ലൈൻ സെന്റർ, കൺഫേം ദ പ്രോബ്ലം വിത്ത് ദ കേസ് ആൻഡ് ഇൻഫോം ദി പാരൻസ്. ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട് സെക്ഷൽ അബ്യൂസ് കേസാണ് നിങ്ങൾ ഇൻഫോം ചെയ്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിനകത്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു ഓൾവേസ് ഫസ്റ്റ് prioritize the school authorities because the first step എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തുനിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് അതിനകത്ത് ഇന്റേണൽ ആയിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുകയും അത് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ എക്സ്റ്റേണൽ ഏജൻസീസിനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുന്നത്. നെക്സ്റ്റ് വൺ, മാച്ച് ദ ഫോളോയിങ്. ഇത് വളരെ സിമ്പിൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കറിയാം ടീച്ചിങ് സ്ട്രാറ്റജി ഇതിൽ ഏതിലാണ് വരുന്നത്? ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ടീച്ചിങ് സ്ട്രാറ്റജി വരുന്നത്. അതുപോലെ ഇ ലേണിംഗ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് മൂക്കിലൂടെയാണ് അല്ലെ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. സോ A4 B3 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ബി. ആൻസർ ഇസ് ബി. നെക്സ്റ്റ് വൺ, Adira is a secondary school student who is always reluctant to participate in group activities. So she is not willing to participate in group activities. As a teacher, how will you minimize this behavior? Ee behavior minimize ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? Frequently provide small group activities based on her interest. Force her to engage in leadership roles. Allow her to participate in individual activities only. Criticize her for not participating in group activities. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് കാണാറുണ്ട്. മോസ്റ്റ്ലി വളരെ കോമൺ സെൻസിക്കൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നതാണ്. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റിൽ B, C, D എന്നീ 3 ഓപ്ഷൻസും വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഫ്രേസ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് വൺ വിൽ ബി ദി ആൻസർ ബിക്കോസ് നമ്മൾ കുട്ടിക്ക് ഫ്രീക്വന്റ് ആയിട്ട് സ്മോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ദാറ്റ് ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിൽഡ് കംഫർട്ട് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് ഗ്രാജുവലി ഷീ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വിത്തൗട്ട് പ്രഷർ. So next one, which of the following presents growth need based on the theory of Maslow? So നമുക്കറിയാം മാസ്ലോയുടെ ഹൈറാർക്കിയിൽ നമുക്ക് വരുന്നതിൽ മുകളിൽ വരുന്നതെല്ലാം ഗ്രോത്ത് നീഡ്സ് ആണ്, G നീഡ്സും. താഴെ വരുന്നതൊക്കെ ഡെഫിഷ്യൻസി നീഡ്സും ആണ് അല്ലെ, ഡെഫിഷ്യൻസി നീഡ്സ്. അപ്പം മുകളിലേക്ക് പോകുന്തോറും അത് ഗ്രോത്ത് നീഡ്സ് ആയി വരുന്നു. താഴെയുള്ള ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് നീഡ്സ് ആർ ഡെഫിഷ്യൻസി നീഡ്സ്. അപ്പൊ ഇതിൽ ഏറ്റവും മുകളിൽ ഏതാണ് വരുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി ഹൈറാർക്കിയിൽ. സോ സേഫ്റ്റി നീഡ്സ് നമുക്കറിയാം ഒരു ഡെഫിഷ്യൻസി നീഡാണ്. ബിലോങ്ങിങ്നെസ് ഒരു ഡെഫിഷ്യൻസിയാണ്. ഫിസിയോളജിക്കൽ നീഡ് ഏറ്റവും താഴെ മാസ്ലോയുടെ ഹൈറാർക്കിയുടെ ഏറ്റവും താഴെയാണ് അതിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ എ ഡെഫിഷ്യൻസി നീഡ്. സോ ഹിയർ എസ്തെറ്റിക് നീഡ് ഇസ് ദി ഗ്രോത്ത് നീഡ്. Next one, NEP 2020 emphasizes a preparatory stage in education that comprises of dash years. ഞാൻ NEP 2020 പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പാറ്റേൺ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. NEP 2020 ഫോളോ ചെയ്യുന്നത് 5+3+3+4 പാറ്റേൺ ആണ്. നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്നത് 10+2 പാറ്റേൺ ആയിരുന്നു. അത് കോത്താരി കമ്മീഷനാണ് മുമ്പോട്ട് വെച്ച 10+2 പാറ്റേൺ. ബട്ട് നൗ വി ഹാവ് അനദർ പാറ്റേൺ. സോ 5 years ഓഫ് ഫൗണ്ടേഷണൽ, 3 years ഓഫ് പ്രിപ്പറേറ്ററി, 3 years ഓഫ് മിഡിൽ സ്കൂൾ ആൻഡ് 4 years ഓഫ് സെക്കൻഡറി സ്കൂൾ എന്നാണ് NEP 2020 പറയുന്നത്. സോ ഹിയർ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് 3. So next one, the program that aims to promote comprehensive reading, writing and mathematics at an early age. ഇത് ഏർലി ഏജിലുള്ള റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. പ്രായമായതിനു ശേഷമുള്ള കാര്യമല്ല പറയുന്നത്. സോ ദി ആൻസർ ഇസ് പഠേ ഭാരത് ബഡേ ഭാരത് ആണ് ഇതിന്റെ ആൻസർ. സോ ദ പ്രോഗ്രാം ഫോക്കസസ് ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി അറ്റ് എ വെരി ഏർലി ഏജ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിലബസിന് സ്കോപ്പിന് പുറത്തേക്കുള്ള ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ പ്ലീസ് മേക്ക് എ നോട്ട് വിത്തിൻ യുവർ ഹാൻഡ് റിട്ടൺ നോട്ട്സ്. ഒരു സെപ്പറേറ്റ്
പോയിന്റ് സെക്ഷൻ ആയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്ന നോളജ് എഴുതി വെക്കുക, വിച്ച് വിൽ ക്രിസ്പൻ അപ്പ് യുവർ നോട്ട്. അത് മാത്രമല്ല നിങ്ങളുടെ പെർഫോമൻസിന് പിന്നീട് അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. Next one, which act declares certain institution of technology to be institutions of national importance and to provide for instruction and research? See, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റാനുള്ള ആക്ട് ഏതാണ്? ഈ താഴെ പറയുന്നവയിൽ ഏതാണ്? വിച്ച് ഡിക്ലെയർസ് സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ടെക്നോളജി to be institutions of national importance. So answer is NIT Act 2007. NIT Act 2007 ആണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള ആക്ട്. Next one, identify correct statement. So Piaget is an individual constructivist while Vygotsky is a social constructivist. Education leads to individual personality development. So ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ അതോ ഏതെങ്കിലും ഒന്നാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So these are the options. So answer is both 1 and C are correct. See, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ബി വെരി കെയർഫുൾ. ഇവിടെ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ കൊടുത്തിരിക്കുന്നതെന്ന് 2 പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. ബിക്കോസ് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ജസ്റ്റ് ബിക്കോസ് യു ഡിഡന്റ് റീഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് തെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. വി നോ ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ സിംഗിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് സംസാരിച്ച ആളാണ് പിയാഷെ, അല്ലെ? 4 സ്റ്റേജസിനെ പറ്റി സംസാരിച്ചിരുന്നു. അതേസമയം വൈഗോട്സ്കി സംസാരിച്ചത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനെ പറ്റിയിട്ടാണ്. സോ ബോത്ത് 1 and 2 are correct statements. Next one, a decentralized governance model which empowers the members to keep track and monitor functionings of school and oversee that school grants are used effectively. നമ്മുടെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്ന സമയത്ത് ആ സ്കൂളിലേക്ക് കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാൻഡുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, ആ സ്കൂളിൽ നടക്കുന്ന ഫങ്ഷൻസ് പ്രോപ്പർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ പറയുന്നവയിൽ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത്? സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, സ്കൂൾ റെഗുലേറ്ററി കമ്മീഷൻ, സ്കൂൾ ഗവേണിംഗ് ബോഡി, പാരന്റ് ടീച്ചർ അസോസിയേഷൻസ്. ഈ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ബട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ഇവിടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസ് മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു SMC എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കാണും. ആൻഡ് ദാറ്റ് കമ്മിറ്റി വിൽ എൻഷുർ ദാറ്റ് the community participation, decentralization, monitoring of school functions, etc. Next one, a person's own evaluation based on self-reflection and social comparison is known as. ഒരാള് അയാളുടെ സ്വന്തം റിഫ്ലക്ഷനും അതേസമയം സോഷ്യൽ കമ്പാരിസണും വഴി ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തുകയാണെങ്കിൽ അത് ഈ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് അവയർനെസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ദ ആൻസർ ഇസ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം ആണ് is how one person evaluates oneself based on self-reflection and social comparison. Next one, select the correct statement related to concept. Concept എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാക്ട്സ് ചേർന്ന് ഉണ്ടാവുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് നോളജിനെയാണ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഈ പറയുന്നവയിൽ ഏതാണ്? കോൺസെപ്റ്റ്സ് ആർ ഓൾവേസ് പിക്ചർ ലൈക്ക് റെപ്രസെൻറ്റേഷൻ. കോൺസെപ്റ്റ്സ് ആർ ഓൾവേസ് സിംബോളിക് national systems. Notational systems. Concepts are generalized ideas of a class of objects or events. Concepts are stored in memory always with help of codes and tags. So answer is 3 only, because see, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ജനറലൈസ്ഡ് ഐഡിയ ഓഫ് എ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ഓർ ഇവന്റ് ആണ്. നമുക്കറിയാം ഫാക്ട്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. അതിനെ എല്ലാം കൂടെ ബേസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഇവന്റിനെയോ ഒബ്ജക്റ്റിനെയോ ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കാനാണ് നമ്മൾ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോൺസെപ്റ്റ്സിനെ ഒരു പിക്ചർ ലൈക്ക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല, ബിക്കോസ് അതൊരു ജനറലൈസ്ഡ് ഐഡിയ ആണ്. അതിനെ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിക്ചർ ലൈക്ക് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ കോൺസെപ്റ്റ്സ് എപ്പോഴും സിംബോളിക് നൊട്ടേഷൻസിൽ വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഫോർ എക്സാമ്പിൾ സർട്ടൺ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും നമുക്കുണ്ടാവും. അതുപോലെ കോൺസെപ്റ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി ഓൾവേസ് വിത്ത് ഹെൽപ്പ് ഓഫ് കോഡ്സ് ആൻഡ് ടാഗ്സ്. ഒരു നിർബന്ധവും ഇല്ല. സോ നെക്സ്റ്റ് വൺ, Sam is a 13-year-old student with high aggressive impulse. His teacher engages him with sport activities and gives him professional training in sports. Sam wholeheartedly started participating in all sports activities with high level of interest. This is an example of. See, ഇത് ഞാൻ ഓൾറെഡി സംസാരിച്ച ഒരു കാര്യമാണ്. ഇത് നമ്മൾ വരുന്നത്
സബ്ലിമേഷൻ ആണ് ആൻസർ വരുന്നത്. സോ നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ടോപ്പിക്കിന്റെ അടിയിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷനും ഡിസ്കസ് ചെയ്തതാണ്. സബ്ലിമേഷൻ ഇസ് വെയർ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, വേർ നമുക്കൊരു നെഗറ്റീവ് ഇമ്പൾസ് ഉണ്ട്. ഈ കുട്ടിയുടെ നെഗറ്റീവ് ഇമ്പൾഷൻ ഇവിടെ അഗ്രഷൻ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റി ലൈക്ക് സ്പോർട്സിലേക്ക് ചാനൽ ചെയ്യുകയാണെങ്കിൽ then it is called sublimation. Next, the process of examining one's underlying belief about teaching and learning and classroom practice before, during and after course of taught is known as dash teaching. ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പും ശേഷവും അത് കഴിഞ്ഞും നടത്തുന്ന ഒരു ആത്മപരിശോധന എന്താണ് വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ്. ഇതിന്റെ 2-3 ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോൾബിന്റെ മോഡൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഷോണിന്റെ മോഡലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൻസർ ഇസ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. നമ്മൾ അതാണല്ലോ ചെയ്യുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും ഇതിനു മുമ്പും നമ്മൾ അത് കഴിഞ്ഞും ഒക്കെ നമ്മൾ റിഫ്ലക്റ്റീവ് ജേർണൽ എഴുതുന്ന ആൾക്കാരാണ്. സോ ആൻസർ ഇസ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടീച്ചർ ഹു യൂട്ടിലൈസസ് ഡിഫറെന്റ് ടെക്നിക്സ് ഫോർ അച്ചീവിങ് ലേണിംഗ് ഔട്ട്കംസ്. ഒരുപാട് ടെക്നിക്സ്, പലതരം ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ഒരു ടീച്ചർ ടു അച്ചീവ് ലേണിംഗ് ഔട്ട്കംസ്. സോ നമുക്ക് ഓരോ ക്ലാസ്സിലും നമ്മൾ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ച് ഓരോ ലേണിംഗ് ഔട്ട്കംസ് എഴുതിയിട്ടാണ് പോകുന്നത്. ആ ഓരോ ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യാനും ടീച്ചർ ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്, multi-sensory approach, multi-model teaching, collaborative approach. So you always keep in mind ഒരു പോയിന്റ് ആയിട്ട് നിങ്ങളുടെ നോട്ടിന്റെ സൈഡിൽ എഴുതി വെക്കുക. ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പലിനെ വിളിക്കുന്നത് മൾട്ടി മോഡൽ ടീച്ചിങ് എന്നാണ്. ദി അപ്രോച്ച് ദാറ്റ് ഇൻവോൾവ്സ് വേരിയഡ് മെത്തേഡ്സ് ആൻഡ് മീഡിയ ടു മീറ്റ് ഡൈവേഴ്സ് ലേണർ ഔട്ട്കംസ് ഇസ് കോൾഡ് മൾട്ടി മോഡൽ ടീച്ചിങ്. നെക്സ്റ്റ് വൺ, എ മോഡൽ ദാറ്റ് എൻഹാൻസസ് ക്വസ്റ്റനിങ് സ്കിൽ ഓഫ് സ്റ്റുഡൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ എല്ലാ പറയുന്ന മോഡൽസും നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സീ ദറ്റ് പ്ലേലിസ്റ്റ് which will actually help you boost your confidence when you're doing the PYQs, which will reflect in your final exam performance also. സോ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് കുട്ടികളുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. സോ ദി ആൻസർ ഇസ് എൻക്വയറി ട്രെയിനിങ് മോഡൽ. റിച്ചർഡ് സുഷ്മൻ ആണ് എൻക്വയറി ട്രെയിനിങ് മോഡൽ ഡിസൈൻ ചെയ്തത്. ദ മോഡൽ എൻഹാൻസസ് ക്വസ്റ്റനിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ത്രൂ എൻക്വയറി ഓർ ക്വസ്റ്റനിങ്. So next one, question I'll skip. I'll give you some time to comment below what the answer is and we'll see. This is not actually from നമ്മുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റനിങ് അല്ല. നമുക്ക് ജനറൽ നോളജ്, ജനറൽ സയൻസ് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സബ് സെക്ഷനും കൂടി നമ്മുടെ പേപ്പർ 1 വരുന്നുണ്ട്. അതിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. So you guys go through this question and comment below what's the answer. So that's it. Next one, which among the following characteristics is most important in the case of an experimental research? Experimental research ne sambandhiche ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എക്സ്പെരിമെൻ്റൽ റിസർച്ചിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ടോപ്പിക് ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു വീഡിയോയും കൂടെ ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷനകത്ത് വരാനുണ്ട്. ആ ഒരു വീഡിയോനകത്ത് ഇതും കവർ ആവുന്നതാണ്. സോ എക്സ്പെരിമെൻ്റൽ, നമുക്ക് പല ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അതിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത് അതിനകത്ത് വേരിയബിൾസ് കാണാം. ഈ വേരിയബിൾസിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള റിസർച്ചിനെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഹിയർ ആൻസർ ഇസ് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ്. സോ നെക്സ്റ്റ് വൺ, a person who gains illegal access to a computer system is called. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഹാക്കർ എന്നാണ് അയാളെ വിളിക്കുന്നത്. ഹൂ ഗെയിൻസ് ഇല്ലീഗൽ ആക്സസ് ടു ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. So division which manages information and communication resources and is engaged in production of multimedia, study materials and training of teachers under CIET. So Central Institute of Educational Technologyയുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ റിസോഴ്സ് വിങ്ങിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോയ്ക്കകത്ത് എവിടെയും പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് ടൈറ്റിൽസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഒരു ബോക്സ് ഇട്ട് മാറ്റി എഴുതുക. ദീസ് ആർ ആക്ച്വലി ദി പോയിന്റ്സ് ദാറ്റ് വിൽ ക്രിസ്പ് അപ്പ് യുവർ നോട്ട്സ്.
അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഫൈനൽ പ്രിപ്പറേഷൻ മീൻസ് ഫൈനൽ പെർഫോമൻസിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലരും അറ്റൻഡ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവർ ഡീറ്റെയിൽ സിലബസ് മാത്രം നോക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് വൈ ഐ എം സെയിങ് PYQs ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആൻസർ ഇസ് മീഡിയ മെറ്റീരിയൽ ഡെവലപ്മെന്റ് ഡിവിഷൻ MMD. MMD ആണ് CIETയുടെ ഒരു വിങ് ദാറ്റ് ഹാൻഡിൽസ് മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ, ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ പ്രൊഡക്ഷൻ. FIAS is mainly used for, so കഴിഞ്ഞ last video എനിക്കൊന്ന് video 9 was actually based on FIAS. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. So FIACS is nothing but Flanders interaction analysis. Flanders interaction analysis ആണ്. ഞാൻ നേരത്തെ ആ വീഡിയോയിലും പറഞ്ഞിരുന്നു, Flanders interaction analysis എന്ന് ഒരിക്കലും തന്നിരിക്കില്ല, FIACS മാത്രമേ തന്നിരിക്കുകയുള്ളൂ. സോ FIACS എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. സോ ഒബ്സർവിംഗ് ടീച്ചേഴ്സ്, സ്റ്റുഡൻറ് മോണിറ്ററിംഗ്, ക്ലാസ് റൂം ഇൻട്രാക്ഷൻ, കരിക്കുലം ഇവാലുവേഷൻ. സോ ആൻസർ ഇസ് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ. ആ ക്ലാസ്സിൽ എന്തൊക്കെ തരം ഇന്ററാക്ഷൻസ് ടീച്ചേഴ്സ് സ്റ്റുഡൻസുമായിട്ട്, സ്റ്റുഡൻറ്റുമായിട്ടൊക്കെ എങ്ങനെ ഇന്ററാക്ഷൻസ് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറി സിസ്റ്റം. നെക്സ്റ്റ് വൺ ഇസ് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഹിയർ ഇതും നമ്മുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഐ ഹാവ് നോട്ട് ഡിസ്കസ് ദാറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ ഹിയർ ആൻസർ ഇസ് C, വേർ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് റിസർച്ച് എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. ഡേറ്റ അനാലിസിസ് ക്രിട്ടിക്കൽ റേഷ്യോ ആണ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണ്. ഡേറ്റ കളക്ഷൻ ടെക്നിക് ഒബ്സർവേഷൻ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് വീഡിയോയിൽ ഇനി ഒരു വീഡിയോയും കൂടെ വരാനുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Next one, inductive reasoning goes from specific to general. Which of the following is analogous to inductive reasoning? See, specific ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന നമ്മൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത്. അത് ഈ താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് അനലോഗസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഒരു വലിയ ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിംഗ്. സോ ബോട്ടം, താഴെ നിന്ന് മുകളിലേക്ക് ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ കണ്ടീഷൻ ദാറ്റ് occurs during developmental period of a child where he or she is diagnosed with a normal diagnosed with having a lower intellectual functioning than that perceived as normal. See, ഒരു നോർമൽ കുട്ടിയെ നോക്കുമ്പോൾ ഒരു ഡയഗ്നോസിസ് നടത്തിയപ്പോൾ ആ കുട്ടിക്ക് ലോവർ ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ആണുള്ളത്, ഇന്റലക്ച്വൽ ഫങ്ഷനിങ് ആണുള്ളതെങ്കിൽ ആ കുട്ടിയെ എന്താണ് പറയുന്നത്? സോ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് യു ആർ ആക്ച്വലി ലുക്കിംഗ് അറ്റ് ദ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് എ ചൈൽഡ്. അപ്പം നോർമൽ ഡെവലപ്മെന്റിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ യൂഷ്വലി വിളിക്കുന്നത് മെന്റലി ചലഞ്ച്ഡ് എന്നാണ്. സോ ഇതൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഐ തിങ്ക് ദിസ് ഇസ് 2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ കാലഘട്ടത്തിൽ മെന്റലി ചലഞ്ച്ഡ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. സോ ദിസ് ടേം റിഫേഴ്സ് ടു an individual with significantly lower intellectual functioning during developmental period. ബട്ട് ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ യു വിൽ നെവർ ബി ആസ്ഡ് മെന്റലി ചലഞ്ച്ഡ്, യു വിൽ ഓൺലി ബി ആസ്ഡ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. കാരണം മെന്റലി ചലഞ്ച്ഡ് എന്ന് ഇപ്പോൾ ആരും പറയാറില്ല, അങ്ങനെ ഒരു ടേം ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ദ കറണ്ട് അപ്രോപ്രിയേറ്റ് ടേം ഇസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ആൻഡ് ഇഫ് അറ്റ് ഓൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മെന്റലി ചലഞ്ച്ഡും ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും രണ്ടും കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, പ്ലീസ് ടിക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ബിക്കോസ് mentally challenged is no longer a valid term. Next one, Raju was motivated by challenges, personal pleasure and engaging work, while co-workers were motivated by money. Raju സ്വന്തം pleasure ആണ് നോക്കിക്കൊണ്ടിരുന്നത്, co-workers motivated by money. The force behind him is, see, ഒരാൾക്ക് സ്വന്തം പാഷനോ പ്ലഷറിനോ വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ then it is called as intrinsic motivation. Next one, alterations in presenting the tasks that allow children with learning disabilities to complete some assignments or as other students. So, ചില കുട്ടികൾക്ക് നമ്മൾ സാധാരണ കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കുന്നത് പോലെ മെന്റലി ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻമെന്റ്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം നോർമാലിറ്റി ഉള്ളവർ ചെയ്യുന്ന അത്രയും ഈസി ആയിട്ട് അവർക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അവർക്ക് എന്ത് രീതിയിലുള്ള ഓൾട്ടറേഷൻസ് ആണ് കൊടുക്കേണ്ടത്?
accommodation, assistive technology, accessibility, remedial teaching. See, when it comes to assignments, we always do some accommodation. Accommodation എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ആ ലേണറിന്റെ ലേണിംഗ് ഡിസബിലിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ആ അസൈൻമെന്റിൽ ചില ആസ്പെക്ട്സ് മോഡിഫൈ ചെയ്ത് കൊടുക്കും, സച്ച് ദാറ്റ് കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കാം. സോ ദാറ്റ് ഇസ് കോൾഡ് ആസ് accommodation. Next one. Okay, so that's it. We are done. So we discussed about 25 questions today. നമുക്ക് ഇനി ഒരുപാട് വീഡിയോസ് ഈ പെർട്ടിക്കുലർ സീരീസിനകത്ത് വരാനുണ്ട്, ബിക്കോസ് ഐ ഹാവ് ഓൾമോസ്റ്റ് 12 years ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് 6 years ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ആ 6 yearsലും 2 പ്രാവശ്യം വീതം എക്സാം നടന്നിട്ടുള്ളതുകൊണ്ട് ഐ ഹാവ് 12 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് മീ. സോ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ ടുഡേ. സ്റ്റേ ട്യൂൺഡ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഡിഡ് സം കൈൻഡ് ഓഫ് ജസ്റ്റിസ് ടു യുവർ പ്രിപ്പറേഷൻ. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താഴെ കമന്റ് ചെയ്യുക ഇഫ് ദിസ് വാസ് യൂസ്ഫുൾ ഫോർ യു. ഈ പെർട്ടിക്കുലർ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ക്വയറീസോ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ അയക്കുക. സോ മോർ വീഡിയോസ് ആർ ഓൺ ദ വേ. Live, laugh and keep learning with me, Gayatri Shankar, here on YouTube. Thank you.